കേന്ദ്ര മേഖല ഉപഭാഷാ പഠനത്തിലെ സാങ്കേതിക രീതിയാണിത്. ഒരു പ്രദേശത്ത് ഒരുപോലെ ആയിരിക്കില്ല ഉപഭാഷകൾ രൂപം കൊണ്ടത്. ഭാഷാഭേദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥാനമാണ് കേന്ദ്രസ്ഥാനമായി കണക്കാക്കുന്നത്. മതപരമോ സാമൂഹികമോ ആയ പ്രാധാന്യമുള്ള പട്ടണങ്ങളോ ഭരണകേന്ദ്രങ്ങളോ ആയിരിക്കും ഇത്. അവിടെ നിന്നാണ് ഭാഷാഭേദങ്ങൾ സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ജലാശയത്തിൽ കല്ല് വീണാൽ ഓളം നാനാഭാഗത്തേക്കും പടരുന്നത് പോലെ ഭാഷാപരമായ സവിശേഷതകൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഓളം അകന്നു പോകുന്നതനുസരിച്ച് ശക്തി കുറയുന്നത് പോലെ ഭാഷാ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകുന്നതനുസരിച്ച് ഭാഷാഭേദങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും. ഭാഷാശാസ്ത്രകാരനായ ഷിംഡിറ്റിൻ്റെ തരംഗ സിദ്ധാന്തം ഈ തത്വത്തിൻ്റെ സാധൂകരണമാണ്. അപ്പോൾ കേന്ദ്രമേഖല എന്ന് പറയുന്നത് ഭാഷാഭേദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥാനമാണ്. അടുത്തത് അവശിഷ്ട മേഖല. എല്ലാ ഭാഷാരൂപങ്ങൾക്കും കൂടുതൽ സഞ്ചരിക്കാനും പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും കഴിയില്ല. ചില വാക്കുകൾ പുറത്തേക്ക് സഞ്ചരിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടും. മറ്റു പദങ്ങൾ കടന്നു ചെന്ന് ആക്രമിക്കാൻ പറ്റുന്നതിനേക്കാൾ വിദൂരമായിട്ടായിരിക്കും ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലക്കകത്തെ പദത്തിൻ്റെ അതേ അർത്ഥമുള്ള മറ്റു പദങ്ങൾ ഇങ്ങോട്ട് ആക്രമണം തുടങ്ങിയാലും മറ്റു വാക്കുകളാൽ വലയം ചെയ്യപ്പെട്ട് ആ പദം സംരക്ഷിക്കപ്പെടും. തൃശ്ശൂർ മലയാളത്തിലെ ക്ടാവ് എന്ന പദം ഇതിന് ഉദാഹരണമാണ്. ഈ രൂപങ്ങളെ അവശിഷ്ട രൂപങ്ങൾ എന്നും അവശിഷ്ട രൂപങ്ങൾ ഉള്ള സ്ഥലത്തെ അവശിഷ്ട മേഖല എന്നുമാണ് പറയുന്നത്. ഭാഷാ പ്രവണതകൾ പഴയപടിയിൽ തന്നെ നിലനിന്നു പോരുന്ന പ്രദേശമാണ് അവശിഷ്ട മേഖല. ചരിത്രവും ഭൂമിശാസ്ത്രവും ഭാഷാഭേദ പഠനത്തിൽ പ്രധാനമാണ്. പരിവർത്തന മേഖല. രണ്ട് ഭാഷാഭേദങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് രണ്ടിൻ്റെയും അംശങ്ങൾ കൂടിക്കലർന്ന ഭാഷാരീതി കാണാം. ഇവിടെ രണ്ട് ഭാഷാഭേദ മേഖലകളെ വേർതിരിക്കുന്ന അതിർത്തി വ്യക്തമായിരിക്കുകയില്ല. ഭാഷാരൂപങ്ങൾ സ്ഥിരതയില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണിത്. ബാഹ്യപ്രേരണക്ക് എപ്പോഴും വശംവദമായിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയാണ് പരിവർത്തന മേഖല. ബാഹ്യപ്രേരണ കൊണ്ട് വ്യത്യസ്ത ഭാഷാപദങ്ങൾ വന്നു ചേർന്ന് പുതിയ ഭാഷ സംസാരിക്കുന്ന മേഖല ഇവിടെ രൂപം കൊള്ളാം.